വിഴിഞ്ഞത്ത് അവസരങ്ങളുടെ വലിയ ലോകം തുറക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 1000 പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിക്കും. സ്വപ്നം തീരമണഞ്ഞു. വിഴിഞ്ഞത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത് കേൾക്കാം. ഇതൊന്ന് കേൾക്കൂ. നമ്മളെ കേരളത്തിൽ ഇങ്ങനെയൊരു സാധനം സംഭവിക്കുമെന്ന് പലരും വിചാരിച്ചില്ല. യഥാർത്ഥത്തിൽ ഇന്ന് റിയലായിട്ട് സംഭവിച്ചു. അതിഭയങ്കരമായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഒരുപാട് കാലത്തെ സ്വപ്നങ്ങളായിരുന്നു ഇത്. കാരണം പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഇങ്ങനെ ഈ ഷിപ്മെൻറ്റ് പരിപാടി ഉണ്ടെന്നായി കേട്ടിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ അതിയായ സന്തോഷമാണുള്ളത്. ഇത്രയും നാൾ കാത്തിരുന്ന ഒരു സ്വപ്നം ഈ നാട് മുഴുവൻ വികസിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഇതോടുകൂടി നമുക്ക് യാഥാർത്ഥ്യമാണ്. ഇവിടെ ഭയങ്കര സംഭവങ്ങൾ ഇനി വരാൻ പോവുകയാണ്. ഈ കപ്പൽ വന്നതോടുകൂടി ഇവിടെ ടൂറിസ്റ്റുകളുടെ നല്ലൊരു തിരക്കുണ്ടാവും എന്നാണ് ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ ഭാവി തലമുറയ്ക്ക് ഇത് വലിയൊരു വികസനമാണ്. ഒരുപാട് പേർക്ക് ജോലിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്ന ഒരു അവസ്ഥയാണ്. വികസനത്തിന് തുടക്കമാണ് തിരുവനന്തപുരത്ത് വന്നത്. ഈ കപ്പൽ ഏറ്റവും നല്ലതായിരിക്കും, ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യപ്പെടും. ഈ അദാനിക്ക് കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിന് കിട്ടുന്ന കുറച്ച് ചുങ്കം മാത്രമേ കിട്ടുന്നുള്ളൂ. ഗവൺമെൻറ്റിൻ്റെതായ ഒരു വരുമാനം കിട്ടാൻ സമയം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഈ ഗവൺമെൻറ്റിന് വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. വളരെ താമസിച്ചു പോയി എന്നുള്ളതാണ് ആദ്യമായി പറയുന്നത്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങേണ്ടതായിരുന്നു. സാമ്പത്തികമായിട്ടും വ്യാവസായികമായിട്ടും വളരെയേറെ ഉയർച്ച വരാനുള്ളൊരു സാഹചര്യമാണ്. ഞങ്ങൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതാണ് വിഴിഞ്ഞം ഹാർബർ വരും, ഇവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരും എന്നുള്ളത്. പക്ഷെ അതിവിടെ ഇന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് വലിയൊരു സന്തോഷമായിട്ട് കരുതുന്നു. ഇന്ത്യയിൽ മൊത്തത്തിൽ എല്ലാവർക്കും സന്തോഷമാണ്. അത് പ്രത്യേകിച്ച് കേരളത്തിന്. അതും പ്രത്യേകം എടുത്ത് പറയണമെങ്കിൽ തിരുവനന്തപുരത്ത് വളരെയധികം സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഇത് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഈ ആയുസ്സിൽ എന്തിനാണെങ്കിലും അത് കാണാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം. വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തം. ഇന്നിപ്പോൾ കപ്പലൊക്കെ വന്ന് അടുക്കുന്ന ടി വി കൂടെ കണ്ടു. ഇന്ന് വന്ന് ഇത് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യം കിട്ടുമെന്ന് വിചാരിച്ചില്ല. അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വരാനും ഇങ്ങനെ നമുക്ക് നേരിട്ട് ഇത് കാണാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വേൾഡിൽ വെച്ച് ഏറ്റവും വലിയ പോർട്ടാണിത്. സന്തോഷം.